ഹലോ ഓൾ. അങ്ങനെ AIFFന്റെ തട്ടിക്കൂട്ട് ISL തുടങ്ങാൻ പോവുകയാണല്ലോ. അപ്പോൾ ചില കാര്യങ്ങളൊന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. അതായത് ആദ്യത്തെ കേസ് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ AIFFന്റെ പിടിപ്പുകേട് കാരണം ISL മൊത്തത്തിൽ അവതാളത്തിലായ കാര്യം നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എല്ലാ ടീമുകളും അവരുടെ നിലനിൽപ്പ് കൂടി നോക്കണമല്ലോ എന്ന രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിലനിൽക്കണം, ടീമിന് നിലനിൽക്കണം, നഷ്ടമില്ലാതെ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു സീസൺ കളിക്കുന്നത് കൊണ്ട് എല്ലാ ടീമുകൾക്കും അത്യാവശ്യം നഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ മാക്സിമം നഷ്ടം ഉണ്ടാവാതെ നോക്കുക, അല്ലെങ്കിൽ നഷ്ടങ്ങൾ കുറയ്ക്കുക എന്നുള്ളൊരു പ്രോസസ്സിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. അഡ്രിയാൻ ലൂണ അടക്കമുള്ള നമ്മുടെ എല്ലാ വിദേശ താരങ്ങളെയും അവർ റിലീസ് ചെയ്തു, വിറ്റു. അങ്ങനെ പല പരിപാടികൾ നടക്കുന്നുണ്ട്. അഡ്രിയാൻ ലൂണ ലോണിലാണ് പോയിരിക്കുന്നത്, തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അപ്പോൾ അവസാനം ലെഗാത്തോട് കൂടി പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ത്യൻ സ്ക്വാഡിനെ വെച്ച് കളിക്കാനുള്ള ഒരു പരിപാടിയാണ് എന്ന് നമുക്ക് മനസ്സിലായതിന്റെ പേരിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പെട്ടെന്നാണ് രണ്ട് ഫോറിൻ സൈനിങ്ങുകൾ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഫോറിൻ സൈനേഴ്സിനെ അവരെ നേരെ എടുത്ത് കല്ലയിലിരുത്തണോ അതോ സിംഹാസനത്തിലിരുത്തണോ എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇവിടുന്ന് പോയ ആളുകളുടെ അത്രയും പ്രൊഫൈലോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ അത്രയും മികച്ച കളിക്കാരോ ആണോ ഇത് എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല, സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ അവര് വന്ന് ഇനി ഇവിടുത്തെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെയൊക്കെ വിലയിരുത്താം എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിൽ നിർവാഹമുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു അവസ്ഥയെ നമുക്ക് മനസ്സിലാവും. കാരണം ക്ലബ്ബ് നിലനിൽക്കണം. അപ്പോൾ എന്താ ഫുട്ബോൾ മാത്രമല്ല, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ബിസിനസ്സും കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് ക്ലബ് ഫുട്ബോൾ ആണ്, അപ്പോൾ ടീം നിലനിൽക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഈ പില്ലർ ഉടച്ചിട്ടുള്ള പരിപാടി, അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മികച്ച ടീമിനെ നശിപ്പിച്ചത് നമുക്ക് അറിയാവുന്നതാണ്. ഇവാൻ ആശാനെ പറഞ്ഞു വിട്ടതും അതേപോലെ സഹലിനെ സെല്ല് ചെയ്തതും ജീക്സനെ സെല്ല് ചെയ്തതും ഒക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നേരത്തെ പണ്ട് നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏകദേശം അതോട് സമാനമായിട്ടുള്ള സംഭവമാണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത്. അസർ ആൻഡ് ഐമൻ ഇവരെ സെല്ല് ചെയ്തത് സഹലിനെ നമ്മൾ സെല്ല് ചെയ്തത് പോലെ തന്നെയുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ശരിയാണ്, ക്ലബ്ബുകൾ പ്രോഡക്ട്സ് ഉണ്ടാക്കും, അത് സെല്ല് ചെയ്യും, ശരിയാണ്. പക്ഷെ അത് നമ്മുടെ ക്ലബിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങൾ എടുത്ത് കളഞ്ഞിട്ടാവരുത് എന്നുള്ളതാണ്. ഇപ്പം ഡേവിഡ് കാറ്റ്ല പറയുന്നത് ആളുടെ നെക്സ്റ്റ് പ്ലാനിൽ അസറിനും ഐമനും സ്ഥാനമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഡേവിഡ് കാറ്റ്ല അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അപ്പം അസറിനെയും ഐമനെയും അത്ര മോശം കളിക്കാരായിട്ട് കാണാൻ ഇവിടെ ആർക്കും കഴിയില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം സഹല് പോയപ്പോഴും നമ്മൾ പിന്നെയും കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഈ ഐമനും അസറും അതേപോലെ വിപിനും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള പ്ലെയേഴ്സിനെ വിറ്റിട്ട് അവര് ഞങ്ങളുടെ ടീമിൽ സ്ഥാനമില്ല, അല്ലെ അവർ എന്റെ പ്ലാനിൽ ഇല്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. അപ്പൊ എന്നിരുന്നാലും അസറും ഐമനും പോയി. ഇനിയിപ്പോൾ ആര് പോകുമെന്ന് നമുക്കറിയില്ല, ഇനിയിപ്പോൾ ആരെയൊക്കെ വാങ്ങിക്കും എന്നും നമുക്കറിയില്ല. പിന്നീട് നമുക്ക് പറയാനുള്ളത് റോളിങ്ങിന്റെ കാര്യമാണ്. റോളി നമ്മൾ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടു, ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ടീമിലേക്ക് വന്നത് നന്നായി 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 എന്ന്. എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യക്ക് എവിടെയാണ് എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ്? ഇന്ത്യക്ക് എവിടെ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ്? ഇന്ത്യക്ക് അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല. ഇന്ത്യക്ക് എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് ആണല്ലോ നമ്മുടെ നാഷണൽ സ്ക്വാഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കൊണ്ട് എന്താ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്? അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് ഒന്നും ഇല്ല. കുറച്ച് പ്രായമുള്ള പ്ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ സമ്മതിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് നമ്മുടെ സ്ക്വാഡിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ എത്രയോ ആളുകളെ കൊണ്ടുവന്നു. പ്രീതം കോട്ടാലിനെ കൊണ്ടുവന്നു, പ്രബീർ ദാസിനെ കൊണ്ടുവന്നു, ഖബ്രായെ കൊണ്ടുവന്നു. അങ്ങനെ പല പ്ലെയേഴ്സിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ എന്ത് ഇമ്പാക്റ്റ് ആണ് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് പ്ലെയറിനെ കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഇല്ല. നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇന്ത്യയുടെ യങ് ടാലന്റുകളിൽ തന്നെയാണ്. അതിന് നാഷണൽ സ്ക്വാഡ് ആണെങ്കിൽ കൂടെ ഇപ്പൊ ഇരിക്കുന്ന ഈ പ്രായം ചെന്ന നാഷണൽ സ്ക്വാഡ് ഉണ്ടല്ലോ, അവരെ നോക്കുക വേണ്ട, അവർക്ക് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തരുത്. അവർക്ക് വേണ്ടി ഒന്നിന്റെ ആവശ്യമില്ല. അവരുടെ പാടിന് വിട്ട് അവരെ വിരമിക്കാൻ വിടുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടെ ഗ്രാസ് റൂട്ട്, അതായത് നമ്മുടെ അണ്ടർ 17 അണ്ടർ 15 ഒക്കെ നോക്കുക, അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ മുമ്പോട്ടുള്ള പോക്കിന് ഇനി മുന്നിലുള്ള ഒരേ ഒരു വഴി. അപ്പോൾ നമ്മുടെ ISL തന്നെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ കൂടെ ഈ അസറിനെയും ഐമനെയും വിപിനെയും ഒക്കെ പോലെയുള്ള പ്ലെയേഴ്സിനെ നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെയുള്ള പ്ലെയേഴ്സിനെ മേക്ക് ചെയ്യുക, നമ്മുടെ യങ് ടാലന്റുകളെ വിശ്വസിക്കുക, യങ് ടാലന്റുകളെ നിലനിർത്തുക, അവരെയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ പ്രായം ചെന്ന പ്ലെയേഴ്സ് ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇന്ത്യയുടെ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് എന്നൊക്കെ, ഇന്ത്യക്ക് എവിടെയാണ് എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ്? എനിക്കറിയില്ല. ആരാണ് ഇന്ത്യയുടെ എക്സ്പീരിയൻസ്ഡ് പ്ലെയർ? ജിങ്കനാണോ? എന്തായാലും കൊള്ളാം. നമ്മൾ ജിങ്കന്റെ കളി കണ്ടോണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നാഷണൽ ടീമിന് വേണ്ടിയിട്ട് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ മല. അപ്പോൾ ഇന്ത്യയുടെ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സിനെ പറ്റി ഇങ്ങനെ പറയാതിരിക്കുക. അപ്പോൾ എന്തായാലും ആട്ടെ, ഇരിക്കട്ടെ. ഇന്ത്യൻ സ്ക്വാഡിൽ ഇനിയിപ്പോൾ 2 വിദേശ താരങ്ങളാണ് ഇപ്പോൾ ടീമിലുള്ളത്. ഇനിയിപ്പോൾ എത്ര പേര് വരും അല്ലെങ്കിൽ എന്ത് സൈനിങ് നടത്തും എന്നൊന്നും അറിയില്ല. നമുക്ക് സത്യം പറയാലും ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ ഈ ഫാൻ അഡ്വൈസറി ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആ ഒരു സൈഡിലൂടെ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെല്ലിങ്ങും ബൈയിങ്ങും
അല്ലെ പുതിയ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഫാൻ അഡ്വൈസറി ബോർഡുമായിട്ട് എന്തെങ്കിലും ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഇതേപ്പറ്റിയൊന്നും ഒരു ഐഡിയയും ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഡേവിഡ് കാർലയുടെ പുതിയ പ്ലാൻസ് എന്താണ്, അസറും ഐമനും ഇല്ലാത്ത പുള്ളിയുടെ പ്ലാൻസ് എന്താണ്, ഒന്നിനെ പറ്റി നമുക്ക് യാതൊരു ധാരണയുമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആസ് എ ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ലോയലായിരിക്കുക. ഇത് ക്ലബ് ഫുട്ബോളാണ്. പ്ലേയേഴ്സ് വരും പോകും, മാനേജേഴ്സ് വരും പോകും, അങ്ങനെ പലതും. ചിലപ്പോൾ ഓണേഴ്സ് വരെ വരും പോകും. പക്ഷെ ക്ലബ് എന്ന് നമ്മുടേതാണ്, ആ ബാഡ്ജ് എന്ന് നമ്മുടേതാണ്. സോ നമ്മൾ ലോയലായി തന്നെ ഇരിക്കുക. ക്ലബിന് എന്ത് സംഭവിച്ചാലും ക്ലബിനൊപ്പം നിൽക്കുക, ക്ലബിന് വേണ്ടി ചാൻറ്റ് ചെയ്യുക, സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണുക. പിന്നെ AIFFനെതിരെയുള്ള പ്രതിഷേധം നമ്മൾ നമ്മുടെ സ്റ്റാൻഡുകളിൽ നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ വർഷം എന്തായാലും ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്നുള്ളതാണ്. അപ്പോൾ വിമർശനങ്ങളും ഒക്കെ പല വഴിക്കും വരും, ഒക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ടീം നമ്മുടേതാണ്. നമ്മൾ ടീമിനെ ഇട്ടിട്ട് പോകാൻ ഒരിക്കലും ഒരുക്കമല്ല. നമ്മുടെ ടീം നന്നാവുന്നത് വരെ എന്നല്ല, നമ്മുടെ ടീമിനോടൊപ്പമാണ് നമ്മളെപ്പോഴും. ഇപ്പോൾ കൊച്ചിയിലല്ല കോഴിക്കോടാണെങ്കിലും വന്ന് കാണുക എന്നുള്ളതാണ്. സ്റ്റേഡിയത്തിൽ തന്നെ എത്തുക, കളി കാണുക, നമ്മുടെ പ്രതിഷേധങ്ങൾ അവിടെ അറിയിക്കുക. പിന്നെ മാക്സിമം കഴിഞ്ഞ തവണ പോലും ഞാൻ പലതവണ പറഞ്ഞതാണ്, സ്റ്റേഡിയത്തിൽ കളി നടക്കുമ്പോഴുള്ള ടീമിനെതിരെ അല്ലെങ്കിൽ മാനേജ്മെന്റിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് ഓൺലൈനിലൂടെയും അല്ലാതെയും ഒക്കെ നമുക്ക് പ്രതിഷേധങ്ങൾ നടത്താം. ടീമിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള യാതൊരു പ്രതിഷേധങ്ങൾക്കും പോവാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഫാൻസ് വിങ്ങുകൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ടീമിനെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിയാം ചെറിയ സ്കോഡാണ്, എന്നാലും ബെറ്ററായി കളിക്കുക. അപ്പോൾ എന്തായാലും ഒരു സീസൺ വരികയാണ്. ഒരു തട്ടിക്കൂട്ട് സീസൺ ആണെങ്കിലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ സീസൺ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ടീമിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നും താങ്ക് യു.